നമസ്കാരം. ഈ പ്രണയിക്കുമ്പം ഇല്ലാത്ത പല പ്രശ്നങ്ങളും വിവാഹം കഴിഞ്ഞ് കഴിയുമ്പം ഉണ്ടാകുന്നതായിട്ട് കാണാം. അന്നേരം ഒരു പക്ഷേ പലരും പറയുന്നൊരു കാര്യമുണ്ട്, അപ്പോഴാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ശരിയാണ്, അപ്പോഴാണ് ജീവിക്കുന്നത്. പ്രണയിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കൂടെയുള്ള ആളുടെ സ്വഭാവമോ അവരുടെ രീതികളോ ഒന്നും അറിയണമെന്നില്ല. 10-15 മിനിറ്റ് സംസാരിക്കുന്നു, അല്ലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ സംസാരിക്കുന്നു, 10 മിനിറ്റോ 15 മിനിറ്റൊക്കെ കാണുന്നുണ്ടായിരിക്കുന്നുള്ളായിരിക്കും. റിയൽ ലൈഫ് തുടങ്ങുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആൾക്കാരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ. ഒരു സ്ത്രീ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, വളരെയധികം വർഷത്തോളം എടുത്തിട്ട് 10-12 വർഷത്തോളം പ്രണയിച്ച് നടന്നിട്ട് വിവാഹം കഴിച്ച് ആൾക്കാരായിരുന്നു അവർ. വിവാഹം കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇയാൾക്ക് അങ്ങ് ഭയങ്കര സംശയരോഗമായി സ്ത്രീയെ. അവരെവിടെ പോയാലും സംശയമാണ്, അവരറിയാതെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇയാൾ ഫോണ് മേടിച്ച് ഇവർക്ക് കൊടുക്കുന്നുണ്ട്, നല്ല ഫോണൊക്കെ മേടിച്ച് കൊടുക്കും. പക്ഷേ ആ ഫോണിനകത്തെല്ലാം ഈ തേർഡ് പാർട്ടി ആപ്പുകളായ ഇങ്ങനെ സ്പൈ ആപ്പുകളാണ് അതിനകത്ത് ഒരുപാടുണ്ട്. അപ്പം വിഷയം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളും IT പ്രൊഫഷനാണ്, ഇവരും IT പ്രൊഫഷനാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അവർക്കും സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അവരത് അയാൾക്കങ്ങ് സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒന്നും തന്നെ എടുത്ത് കളയുകയോ അതിനെപ്പറ്റി വലിയ വഴക്കൊന്നും ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്തങ്ങ് പോകുമായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. ആദ്യമൊക്കെ ഇവരുടെ വീട്ടിലൊക്കെ എതിർപ്പായിരുന്നു ഈ കല്യാണത്തിനെ പറ്റി. അപ്പം അതുകൊണ്ടൊക്കെ അവർ തന്നെ മാക്സിമം കുറേ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയെന്ന് പറഞ്ഞു. പക്ഷേ ഇയാളുടെ ഒരു മെൻറ്റാലിറ്റി വളരെ ഓരോ ദിവസം കഴിയുന്തോറും കൂടി വന്നു. കാരണം ഇവരിലേക്ക് അങ്ങ് ഭയങ്കര ദേഷ്യപ്പെടലും, ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ കുറച്ച് മദ്യപാനത്തിലേക്ക് തുടങ്ങി, കൂട്ടുകെട്ടുകളൊന്നും ശരിയാകുന്നില്ല, ഇവരെ ഉപദ്രവിക്കാനായിട്ടൊക്കെ തുടങ്ങി. ഇപ്പം മാനസികമായി ശാരീരികമായി ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഇവർ പതുക്കെ ഇയാളിൽ നിന്ന് അകലാനുള്ളൊരു ശ്രമം നടത്തി. അപ്പം ഇയാളിൽ വന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞപ്പം ഇയാൾക്ക് ഒരുമാതിരി ഈ കൊലപാതകം ചെയ്യണമെന്നുള്ളൊരു ചിന്തയിലേക്ക്, അല്ലെ ഈ സ്ത്രീയെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയിലോട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഈ സംസാരത്തിനിടയിലും അല്ലെങ്കിൽ ചില ദേഷ്യപ്പെടലൊക്കെ സമയത്ത് ഇയാൾ അതിനുള്ള അറ്റംപ്റ്റൊക്കെ നടത്താൻ ശ്രമിച്ചപ്പോൾ ഈ സ്ത്രീയെ ഇയാളിൽ നിന്ന് ഉറപ്പായിട്ടും രക്ഷപ്പെട്ടു പോകണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. അങ്ങനെ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ ആയിരിക്കാം ഇവരെവിടെ പെട്ടെന്നൊരു ഇവർക്ക് ഈ IT ഒക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം എന്ന് പറഞ്ഞ് ഇവർ പെട്ടെന്ന് ഏതോ ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു ടൈം ബീയിങ് ഒരു 2 ആഴ്ചത്തേക്കോ 3 ആഴ്ചത്തേക്കോ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇയാളെ സമാധാനിപ്പിച്ച് ഇവരവിടുന്ന് വലിയതായിട്ടൊന്നും തുണിയും കാര്യങ്ങളൊന്നും എടുക്കാതെ അത്യാവശ്യം പെട്ടെന്നൊരു ഷോർട്ട് ട്രിപ്പാണ്, പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയി അവർ അതുവഴി രക്ഷപ്പെട്ടെന്ന് എന്നോട് പറഞ്ഞു. ഇവർ ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞ ശേഷമാണ്, അതായത് അവരെവിടെയാണെന്ന് പോലും ഇയാളോട് പറയാതാണ് അവർ പോയത്. ഇവർ പറഞ്ഞ ഡെസ്റ്റിനേഷനോട്ടല്ല അവർ പോയത്. അങ്ങനെ പോയി കഴിഞ്ഞ ശേഷമാണ് ഇവർ ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തതെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് നാൾക്കിടയിൽ ഈ ഡിവോഴ്സൊക്കെ കിട്ടി. ആ മനുഷ്യൻ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. എവിടെയാണ് പ്രശ്നം?